20,000 രൂപ കൊണ്ട് പ്രീമിയം ഡിസൈൻ, അടിപൊളി ക്യാമറ, കുറേ ഫീച്ചേഴ്സ്, നല്ലൊരു ചാർജർ, ഇതെല്ലാം വരുന്നൊരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ള CMF Phone 2. നമുക്ക് CMFിൻ്റെ ക്രിയേറ്റർ പാക്കേജ് ആണ് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ വഴിയേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് Phone 2 Pro മാത്രം നോക്കാം. ആദ്യം നമുക്ക് Phone 2 Proവിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് CMF Phone 2 Pro ആണ്. അതുപോലെ തന്നെ ഒരു 33 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ട്, ഒരു ടൈപ്പ് സി കേബിൾ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു TPU കേസ്, അതേപോലെ തന്നെ ഇന്നേ വരെ ഒരു ഫോണിൻ്റെ അകത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിം എജക്ഷൻ ടൂളും. 20,000 രൂപയ്ക്കകത്തുള്ളൊരു ഫോണാണ്, എന്നാൽ അതിനകത്ത് ചാർജർ അവന്മാർ തരുന്നുണ്ട്. ഈ ചാർജർ തരിക എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയ എന്ത് ഉപയോഗമുള്ളതാണെന്നറിയാമോ? അത് നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ നമ്മൾ വേറൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ ചാർജർ അടിച്ച് പോകുമ്പോൾ വേറൊരു ചാർജർ വാങ്ങാനായിട്ട് അങ്ങ് ഇറങ്ങണം, ഒരു ബ്രിക്ക് മേടിക്കാൻ ഇറങ്ങണം. അപ്പോഴാണ് മനസ്സിലാവുന്നത്. വെരി ഗുഡ്. ഇനി നമ്മുടെ ഫോണിനെ ഒന്ന് അടുത്ത് കണ്ടാലോ? യെസ്, ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 7.8 mm ആണ്. ടോട്ടൽ മാസ് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 185 ഗ്രാം. 185 ഗ്രാം എന്ന് പറയുന്നത് അത്യാവശ്യം ഇപ്പം ഇറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പല ഫോണിൻ്റെയും സിമിലർ ആയിട്ടുള്ള വെയിറ്റ് ആണ്. ആൻഡ് വിച്ച് ഈസ് റിയലി ഗുഡ്. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പ്ലേസ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിലായിട്ട് കുറച്ച് ഹെവിയും താഴെയായിട്ട് കുറച്ച് ലൈറ്റായിട്ടുമാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് അത് നമുക്ക് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുമില്ല. പോക്കറ്റബിൾ ആയിട്ടുള്ളൊരു ഫോണാണ്. ഈ പോക്കറ്റബിൾ ആയിട്ടുള്ള ഫോൺ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പോക്കറ്റിനകത്ത് വളരെ സുഖമായിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഫോണാണ്. യെസ്, ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന S24 Ultra പോലെയുള്ള ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കറ്റബിൾ ഫോണല്ല, ഇത് വളരെ പോക്കറ്റബിൾ ആയിട്ടുള്ളൊരു ഫോണാണ്. സൈഡിലായിട്ട് അലുമിനിയം റെയിൽസും ടാക്ടൈൽ ബട്ടൺസും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ക്യാമറ ബമ്പുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബമ്പല്ല, അതൊരു ചെറിയൊരു സ്റ്റൈലും കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ എടുത്ത് പറയേണ്ടത് പവർ ബട്ടൻ്റെ താഴെയായിട്ട് നമുക്കൊരു എസെൻഷ്യൽ ബട്ടൺ കിട്ടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി അങ്ങോട്ട് പോകുമ്പോൾ. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നല്ലൊരു ഫോണാണല്ലോ, അടിപൊളി, ചന്തമുള്ള ഫോൺ എന്ന് പറയുമെങ്കിലും ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പാട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിമൂവബിൾ ആയിട്ടുള്ള ബാക്ക് സിസ്റ്റം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റം ബാക്ക് പ്ലേറ്റ്സ് നമുക്ക് മേടിച്ച് വെക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ആക്സസറീസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാളറ്റ് ആഡ് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് ആഡ് ചെയ്യാൻ പറ്റും, ലാനിയാർഡ് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും, ഫിഷ് ഐ മാക്രോ ലെൻസുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ സെറ്റപ്പുകളുണ്ട്. അതായത് ഒരു 20,000 രൂപയുള്ള ഫോണിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ കുറച്ച്, അതായത് നമ്മുടെ യൂസബിലിറ്റിക്കും നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഇതേപോലുള്ള സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പല കമ്പനികളും അവരുടെ ഫോണിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഫോണിൻ്റെ അകത്ത് 7000 mAh ബാറ്ററി, ആ സാധനം ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുകയാണ്. ആ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ഉപയോഗിക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കാണിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് നിങ്ങൾ കരുതരുത്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. ബട്ട് സ്റ്റിൽ 20,000 രൂപയുടെ ഫോണിൻ്റെ അകത്ത് അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഡിസ്പ്ലേ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന പാർട്ടിലേക്ക് പോകാം. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.77 ഇഞ്ചിൻ്റെ ഒരു ഫ്ലെക്സിബിൾ AMOLED ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്നൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് ഇതിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ്. സോ എഗെയിൻ, അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ്. ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് പീക്ക് ചെയ്യുന്നത് 3000 nitsലാണ്. HDR10+ സപ്പോർട്ട് ഉണ്ട്. 1.7 ബില്യൺ കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് CMF ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 1.7 ബില്യൺ കളേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള കളർ ഡെപ്ത് ആണ്. സോ ബേസിക്കലി യു ആർ ഗെറ്റിംഗ് എ വെരി ഗുഡ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ യൂസ് ചെയ്ത സമയത്ത് വളരെ റെസ്പോൺസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് സോഫ്റ്റ്വെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് OS 3.2 ആണ് ഇതിനകത്ത് കറൻ്റ്ലി ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത്, ബേസ്ഡ് ഓൺ Android 15. ക്ലീൻ ആണ്, മിനിമലാണ്, ബ്ലോട്ട് വേസ് ഇല്ല, സ്മൂത്ത് ആനിമേഷൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ പ്രൈവസി സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർക്ക് ഫ്ലോ കാറ്റഗറി കിട്ടുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കസ്റ്റമൈസേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നത്തിങ് ഫോൺ റിവ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ആ UIയും ആനിമേഷനുമാണ്. ഒന്നും പറയാനില്ല. കാരണം അതിനനുസരിച്ച് ആ ഫോണുമായിട്ട് ചേരുന്ന ആനിമേഷൻ, ആ ഫോണുമായിട്ട് ചേരുന്ന ഒരു തീമും ഒരു 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 UI ആണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, വിച്ച് ഈസ് എക്സലൻറ്റ്. ഇനി നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ക്യാമറ എന്ന പാട്ടിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് 20,000 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു ഫോണാണെന്നുള്ളത്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വയ്ക്കുമോ? ഇവിടെ
50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. നമ്മുടെ CMF ഫോൺ 1 അപേക്ഷിച്ച് 64% ലൈറ്റ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വിത്ത് 2x ഒപ്റ്റിക്കൽ ആൻഡ് 20x ഡിജിറ്റൽ സൂം നമുക്ക് വരുന്നുണ്ട്. പിന്നെ തേർഡായിട്ട് നമ്മുടെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും അതുപോലെ തന്നെ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ. ഇതാണ് ആ ഒരു ക്യാമറ സെറ്റപ്പിൻ്റെ സ്പെക്ക്. ഇനി ഫോട്ടോ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റ് അല്ലെങ്കിൽ രാവിലെയൊക്കെ എടുക്കുന്നത് വളരെ ക്രിസ്പായിട്ടുള്ളത് നാച്ചുറൽ കളേഴ്സിലുള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. ഐ മീൻ എക്സ്ട്രാ പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ കൂടി കളേഴ്സിൽ അവർ ഒരുപാട് കളിക്കുന്നില്ല. ഓവർലി സാച്ചുറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം 20,000 രൂപ റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ഫോണും ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും സാച്ചുറേഷനിൽ ചെറുതായിട്ട് കളിക്കാറുണ്ട് അവർ. ടെലിഫോട്ടോ ലെൻസിൻ്റെ 2x സൂം വരെ ഡീറ്റെയിൽസ് എല്ലാം വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അൾട്രാ വൈഡ് ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കത് അൾട്രാ വൈഡിൽ എനിക്കിപ്പോൾ iPhone 16 Pro Max ഞാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് പോലും എനിക്ക് അൾട്രാ വൈഡ് ഭയങ്കര വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സോ ആ ഒരു വൈഡ്നെസ് കിട്ടും, ദാറ്റ്സ് ഇറ്റ്, അത്രേ പറയാനുള്ളൂ. CMF ഫോണിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റം ഫിൽറ്റേഴ്സ് കൊണ്ടുവരാൻ പറ്റും. അതായത് ക്യാമറ ആപ്പിൽ നിന്ന് തന്നെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. 4K വരെ ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു AI സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഹാൻഡ് ഹെൽഡ് ഫൂട്ടേജിനെ കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള CMFൻ്റെ ലെൻസുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ലെൻസുകളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്രിയേറ്റർ ഫ്രണ്ട്ലി ആവുമെന്ന് ഞാൻ പറയും. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഭാഗം പെർഫോമൻസ്. MediaTek Dimensity 7300 Pro 5G ചിപ്സെറ്റാണ് ഇതിനകത്ത് വരുന്നത്. 8GB റാം, 256GB വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് നമുക്ക് റാം ബൂസ്റ്റർ വെച്ചിട്ട് 16GB വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നത്തിങ് OSൻ്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നത്തിങ് OS വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്കിന്നാണ്. ഈ ലൈറ്റായിട്ടുള്ളതായതുകൊണ്ട് തന്നെ പെർഫോമൻസിനെയും സ്റ്റോറേജിനെയും റാമിനെയും ഒന്നും വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത ആപ്പുകളൊന്നും റൺ ആവുന്നില്ല, വിച്ച് ഈസ് വെരി ഗുഡ്. നമുക്ക് അതിനനുസരിച്ച് പെർഫോമൻസ് കിട്ടും. നമുക്കൊരു പെർഫോമൻസ് മോഡ് ഇതിനകത്ത് വരുന്നുണ്ട്, അതായത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് PUBG ഉൾപ്പെടെ പല ഗെയിമുകൾക്ക് നമുക്ക് 120 FPS കിട്ടുന്നുണ്ട്. നത്തിങ് ഇതിനകത്ത് ഒരു കൂളിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി എല്ലാവരുടെയും ഒരു കൺസേൺ, ബാറ്ററി. 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും റിവേഴ്സ് വൈഡ് ചാർജിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ പ്രോമിസ്ഡ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് നത്തിങ് പറയുന്നുണ്ട്. കാഷ്വൽ യൂസിൽ, ഗെയിമും വീഡിയോയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല. കാഷ്വൽ യൂസിൽ നമുക്ക് 2 ദിവസം കിട്ടും. ആൻഡ് 1200 ചാർജിങ് സൈക്കിൾ കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് 90% തന്നെ ഇരിക്കുമെന്നാണ് നമ്മുടെ നത്തിങ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കാലാവധി കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ കീ, അതായത് പവർ ബട്ടൻ്റെ താഴെയുള്ള ബട്ടൺ, അതെന്താണെന്ന് വെച്ചാൽ അതൊരു കസ്റ്റമൈസബിൾ ബട്ടണാണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നോട്ട്സ് കസ്റ്റമൈസ് ചെയ്യാം, വോയിസ് മെമോസ് കസ്റ്റമൈസ് ചെയ്യാം, ഇമേജസ്, അതായത് നിങ്ങൾക്ക് എന്ത് വേണോ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ സ്പെസിഫിക്കലി അത് ഏത് ഫോണിനകത്താണെങ്കിലും അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാറില്ല. ബട്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അടുത്തടുത്ത് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. 95,000+ ക്വാളിറ്റി ടെസ്റ്റ് ഇത് പാസ് ചെയ്തതാണ്. അതുപോലെ തന്നെ IP54 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ബട്ടൺസും പോർട്സ് എല്ലാം ഒരുപാട് നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ബിൽഡ് ചെയ്തതാണെന്നുള്ളത് നത്തിങ് പറയുന്നു. അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ അറിയും. സോ ടോട്ടലി പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ CMF Phone 2 Pro എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ ഈ 40,000, 50,000, 60,000 രൂപ വില വരുന്ന ഫോണുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അട്ടർ നോൺസെൻസ് ആണ്. നിങ്ങൾ ഈ 20,000 രൂപ എന്ന് പറയുന്ന ബഡ്ജറ്റ് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളത് യെസ് ഡെഫിനറ്റ്ലി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതൊരു കാഷ്വൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഫോണാണ്. ഇത് ടെക്നിക്കലി ഒരു ഗെയിമിംഗ് ഫോണല്ല, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോണല്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് ഗെയിം കളിക്കാം, എന്നാൽ ഒരു കാഷ്വൽ യൂസിനും ഒരു സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലെ ഫോണാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലെറ്റ് മീ നോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുവന്നതായിരിക്കും.